ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മയ മനസ. സോ ഗൈസ്, നമ്മള് ലാസ്റ്റത്തെ വീഡിയോ ചേച്ചിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ദിവസം ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം കഴിഞ്ഞ് ഇതും കൂടി ഉണ്ടെന്ന്. എന്തായിരുന്നു പറഞ്ഞു? സോ അമ്മയും ചേച്ചിയും നാട്ടിലോട്ട് പോവാണ്. സന്തോഷം ചോദിച്ചതിനാ നോ പ്രോബ്ലം. എനിക്ക് കുഴപ്പമില്ല, കാരണം സങ്കടമില്ല. കാരണം ലാസ്റ്റ് ഇയറും ഇതേപോലെ തന്നെ 6 months അവർ നാട്ടിലായിരുന്നു. ഇത് 1 monthന് വേണ്ടിയിട്ടൊക്കെ നാട്ടിൽ പോകണം. ഞാൻ അവിടെ ഉണ്ടാവും, കുറച്ച് ദിവസം ഞാൻ അവിടെ ഉണ്ടാവും. അമ്മ വട്ടം വന്നിട്ട് ഇവിടെ വരും. ചേച്ചി അമ്മ ഫെബ്രുവരി ആകുമ്പോഴേക്കും ഇവിടെ എത്തും. ചേച്ചി മാർച്ച് അങ്ങനെ ആ സമയത്ത് എത്തില്ല, കുറച്ച് ആവശ്യങ്ങളുണ്ട് നാട്ടില്. സോ ഇപ്പൊ നാട്ടിൽ പോവാണ്. പെട്ടി ഇതാക്കിയ വീഡിയോ ഒന്ന് കണ്ടിട്ട് കിട്ടാൻ വരും. അപ്പോഴേക്കും നമ്മൾ എയർപോർട്ടിൽ സ്റ്റിൽ പാക്കിംഗ് ആണ് ഗൈസ്. സോ ഇവിടെ പാക്കിംഗ് നടക്കുകയാണ്. ഇപ്പൊ സമയം 4:15. 7 മണിക്ക് ഇവിടുന്ന് ഇറങ്ങും അല്ലേ? തുറക്കാൻ പറ്റുമോ? 7 മണിക്ക് ഇവിടുന്ന് ഇറങ്ങും. സോ ഇവിടെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെവിടെ വെക്കും എന്നുള്ള കൺഫ്യൂഷൻ ആണ് ഗൈസ്. ഇപ്പൊ തൽക്കാലം ലഗേജിലാണ്, കാരണം നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. സോ ഇവരെ ലഗേജിൽ തന്നെ വിടാന്ന് വെച്ചു. ഹാൻഡ് ലഗേജ് എടുക്കാൻ ഇഷ്ടമുണ്ട്. അവിടുന്ന് വരുമ്പോൾ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ വല്ലാത്തൊരു ബേജാറായിരുന്നു. സ്കാനിങ്ങിനും എല്ലാം ഉണ്ടായിരുന്നു. കിട്ടുന്നത് വരയ്ക്കും നമ്മുടെ കയ്യിൽ ലഗേജ് സ്കാനിങ് കഴിഞ്ഞ് ഇതാവും കിട്ടും. കാരണം ആരാ എന്താ ആ സമയത്ത് റൂൾസ് വരികയെന്ന് അറിയില്ല. സോ അവന് ലഗേജ് വിടണം. അപ്പോൾ കൊച്ചി എത്തിയിട്ട് അവൻ പുറം ലോകം കാണും. ഇവിടെ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നതിന്റെ സന്തോഷത്തിലാണ്. എന്താ പറയും, എക്സ്പീരിയൻസ് പറയും. ലാസ്റ്റ് നമ്മൾ 6 months നമ്മൾ കാണാണ്ടിരുന്നാണ് കാര്യം. എന്താ പറയാ, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നത്. ഞാൻ വേഗം വരും, പെട്ടെന്ന് വന്നാലും കുറച്ച് വിഷമമുള്ളൂ. പക്ഷെ എന്തായാലും ഒറ്റയ്ക്ക് നിന്ന് പഠിക്കല്ലേ ഹോസ്റ്റലിൽ. പക്ഷേ 6 മാസം ഞാൻ കാണാണ്ടിരുന്നതാണ്, അതുകൊണ്ട് പ്രശ്നമില്ല അല്ലേ? This is not first year's experience, second experience. No problem. പക്ഷേ ഇതോടെ ലാസ്റ്റ് ആണ് ഗൈസ്. ഇനി ഞാനും പപ്പയ വിടില്ല, ഇവിടൊന്നും വിടില്ല. ഇനി നമ്മൾ ഒരു ഫാമിലിയോടെ ഒരുമിച്ച് പോവുള്ളൂ. ഇതൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നാട്ടിൽ എമർജൻസി ആയതുകൊണ്ട് പേഴ്സണൽ കുറെ കാര്യങ്ങൾ അതുകൊണ്ട് നാട്ടിൽ പോകണം. ബട്ട് വിത്തിൻ ഷോർട്ട് ടൈം ഐ വിൽ ബി കമ്മിങ് ബാക്ക്. പക്ഷെ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഫാമിലിയോടെ ആയിരിക്കും തിരിച്ചു വരുന്നത്. ഫാമിലിയോടെ ആയിരിക്കും. അത് വഴിയെ വരും. ഫാമിലി അല്ല, ഇനി വരണ്ടല്ലോ ഫാമിലിയോടെ. ഈ ഇയർ തന്നെ നടക്കും. ഓക്കെ ഇവിടെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേച്ചി ഇവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. സങ്കടമൊന്നുമില്ല ഗൈസ്. 1 മാസം കൂടി കഴിഞ്ഞാൽ എത്തും. 1 month കം ബാക്ക് എത്തും. അപ്പം ഞാനും അമ്മയും പപ്പയും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ചേച്ചിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. ബ്രേക്കിംഗ് ന്യൂസ്, എൻ്റെ ചേച്ചിനെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വലിച്ച് എന്താണെന്ന് പറയാം, അടിച്ചിറക്കി. അങ്ങനെയൊന്നുമില്ല ഗൈസ്. ചേച്ചി മാർച്ച് ആകുമ്പോഴേക്കും എത്തും. അമ്മ ഫെബ്രുവരി ആകുമ്പോഴേക്കും എത്തും. നമ്മളിവിടെ ചന്ദനം ഇടുകയാണ് ഫോർ സേഫ്റ്റി. സേഫ്റ്റി എന്നല്ല, ഇറ്റ്സ് ട്രസ്റ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ എയർപോർട്ടിൽ പോവാം. ഇപ്പോൾ സമയം 6:35 ആയിട്ടുണ്ട്. ഇവർക്ക് ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. രാത്രി 9:30 തോന്നുന്നു കൊച്ചിയിലേക്ക് കേട്ടോ. സോ ഫ്രൈഡേ ആണ് ചേച്ചിയുടെ സ്റ്റാർ ബർത്ത്ഡേ വരുന്നത് കേട്ടോ, January 3rd. സോ നമുക്ക് പോവാം. അതൊന്നും എടുത്തിട്ടില്ല. ഇവിടെ ഫുള്ള് മെസ്സായിട്ട് കിടക്കുകയാണ് ഗൈസ്, കാരണം പാക്കിങ് ചെയ്ത് ഇരിക്കുകയാണ്. ഞാൻ കഴിച്ചുതരാം.
രണ്ട് പേര് എഴുതിയിട്ടുണ്ട് ഗൈസ്. വിസ്മയ, മഞ്ജു. ഇത് ഇപ്പോഴത്തെ പുതിയ പെട്ടിയാണ്. ഇത് കൊട്ടണ്ട. എൻ്റെ പെട്ടിയാണ് ഈ ബ്രൗൺ. അതിൽ ത്രയംബകാന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ വിനീഷ് എന്ന് എഴുതിയിട്ടുണ്ട്. പപ്പട ബർത്ത്ഡേ. ആ എൻ്റെ റെഡ്. ഇത് പപ്പട. ഇത് പപ്പട, അതെൻ്റെ. ഹീൽസ് ആണ് ഗൈസ്. പിങ്ക്. എൻ്റെ ഒന്നുമില്ല. അമ്മ ഇടണേ ഉള്ളൂ. യെസ് ഗൈസ്, നമുക്ക് എല്ലാം നമുക്ക് വെളിയിലേക്ക് ഇറക്കി കഴിഞ്ഞു. നമുക്കിന്ന് കാറിലോട്ട് കയറ്റാം. മീൻ ഏകദേശം പിങ്കും, ഈ പെട്ടിയും പിങ്കും, ആൻഡ് ഹീൽസും പിങ്കും കഴിഞ്ഞു. കയറ്റി കഴിഞ്ഞു. സമയം 7 മണി. അവർക്കൊരു പഞ്ച്വാലിറ്റി ഇല്ല. ഒരു പഞ്ച്വാലിറ്റി ഇല്ല. പ്ലീസ് എപ്പോ കാണും പ്ലീസ്. ശരി, നീ ഏറ്റവും ഒരുമ്മ പ്ലീസ്. ആവോ, ആണ്ടിൽ ഒരുക്കാണ് കിട്ടുന്നത്. നോക്കട്ടെ, ഞാൻ എന്ത് മണം? മണമുണ്ടോ? മണമുണ്ടോ നോക്ക്. ആ മുടിയില് ഇങ്ങനെ മുണ്ടിട്ടില്ലേ? ഇനി വിടില്ല, ഇനി ഒറ്റയ്ക്ക് വിടില്ല. നമുക്ക് പോകുമ്പോൾ കട്ട്ലറ്റ് മറ്റേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബർഗർ അങ്ങനത്തെ എന്തൊക്കെയോ ഇവിടെ കുറേ ഉണ്ട്. നമുക്ക് വേണ്ടി കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജൊന്നും കാണിക്കാൻ കഴിയില്ല. സെറ്റാണ് ഗൈസ്. നമുക്ക് വെറുതെ കുക്ക് മാത്രം ചെയ്താൽ മതി. എല്ലാം സെറ്റാണ്. താങ്ക് യു മമ്മി, താങ്ക് യു. ഇനി പപ്പടി കുക്കിങ് ഞാനായിരിക്കും. നന്നായിരിക്കും. എല്ലാവർക്കും പുച്ഛ. ടൈം ആയതാണ്. അവിടെ 8:30 എത്തിക്കഴിഞ്ഞാൽ വെച്ചാൽ അവർ പൊയ്ക്കോന്ന് പറയും. അപ്പോൾ അവിടെ വന്നിരുന്നോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്വഭാവം ഉണ്ടോ? മതി. എന്തിനാ പാട്ട് പാടാണ്. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. കയറാം. ഇവിടെ നിന്ന് അവിടെ കഴിഞ്ഞു ഗൈസ്. കയറ്റി ഗൈസ്. ഞാൻ അങ്ങോട്ട് അപ്പുറത്തെ ഗേറ്റിൽ കൂടെ പോകാൻ നിൽക്കുകയാണ്. പക്ഷെ എന്നെ ഉള്ളിൽ കയറ്റി. തിരക്കുണ്ട് ഗൈസ്. ഇവിടെ തിരക്കുണ്ട്. കണ്ടാൽ നമ്മൾ 4 പേരും പോവുകയാണ്. പക്ഷെ ലഗേജ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞാനും പപ്പും കൂടി പോകും. ലഗേജ് നമ്മുടെ കയ്യിലുണ്ട്. ഇവർ ഇത് ഫുള്ളും കറക്റ്റാണ് ഗൈസ്. അങ്ങോട്ടും മാറിയില്ല ഇങ്ങോട്ടും മാറിയില്ല. കറക്റ്റ് നമ്പറിൽ. ഗൈസ് അവർ പോയി. ഇത് നമ്മൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഫുഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സാൻഡ്വിച്ചും പിന്നെ ഒരു ജസ്റ്റ് ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോഫി ലേറ്റ് അമേരിക്കാനോ അതൊന്നും കുടിച്ചു. പിന്നെ ഇപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
വീഡിയോ എടുക്കാൻ ഒന്നിനും നേരം കിട്ടിയില്ല. ജസ്റ്റ് ഇമിഗ്രേഷൻ പാസ് ഔട്ടായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. നമ്മളിപ്പോൾ വാഷ്റൂമിൽ വന്നിരിക്കുകയാണ്. അമ്മ ജസ്റ്റ് ഒന്ന് വാഷ്റൂം കയറി, ഞാനൊന്നിപ്പോൾ പോകണം. അത് കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിൽക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഗേറ്റിലെത്തിയിട്ട് നമ്മൾ ബോർഡിങ് പാസ്സൊക്കെ കഴിഞ്ഞു. അതായത് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ബാക്കിയുള്ളത് ഫ്ലൈറ്റിനുള്ളിൽ കയറിയിട്ട് വിശേഷങ്ങൾ കാണാം കേട്ടോ. You may now use your electronic equipment and mobile phones. Thank you. Manchurian biryani. തുറക്കുമ്പോൾ കാണിച്ചു കേട്ടോ. ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ടമ്മ? ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പം ഫോണിൽ കുറച്ചൊരു പാട്ട് കേട്ടിട്ട് അങ്ങനെ കിടന്നു ഉറങ്ങും. നമ്മളപ്പോൾ വീടെത്തിക്കഴിഞ്ഞു. ഇനിയിപ്പം വ്ളോഗ് അടുത്തതായിട്ട് വന്നുകൊണ്ടേയിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. മാക്സിമം ഇടാൻ ശ്രമിക്കാം. വീടെത്തി, ഫ്രഷപ്പ് ആവണേ ഉള്ളൂ. അമ്മ ഫ്രഷപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാനസിയും അച്ഛനും അവിടെ ഉറങ്ങണ്ടാവും. ഇവിടെ ഇപ്പോൾ സമയം 8:30-9 മണി ആയിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.